ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കാനാണ് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശയ്ക്ക് എല്ലാ ദിവസവും ഇതുപോലെ ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കാറുള്ളതല്ലേ. അപ്പം മസാല ദോശ വേണമെന്ന് മക്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ 3-4 കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടൊന്ന് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വഴറ്റാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സവോളയും ക്യാരറ്റും എല്ലാം ഒന്ന് വഴറ്റിയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഉടച്ചു വെച്ച കിഴങ്ങും കൂടെ ഇട്ട് മസാലയൊക്കെ റെഡിയാക്കി എടുത്ത് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും കൂടെയൊക്കെ അല്ലേ, അപ്പോൾ ഇതൊക്കെ കഴിക്കാനൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ആദ്യം ഓരോരോ ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കി പിന്നെ അത് വേറൊരു ഷേപ്പായി അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഞാനത് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വലുതായിട്ടൊന്നും ഒഴിച്ച് പരത്താൻ പറ്റത്തില്ല, ചെറിയൊരു പാനായതുകൊണ്ട് ഉള്ള ഒരു വിസ്താരത്തെ ഞാനത് അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഉണ്ടാക്കുന്നതനുസരിച്ച് ഇവർക്ക് കഴിക്കാനും കൊടുക്കുകയാണ് കേട്ടോ. ആ കാര്യം ഇവിടെ 2 പേർക്ക് അമ്പലത്തിൽ പോകണം രാവിലെ. പിന്നെ മോൾക്ക് ഇന്ന് കോളേജ് വരെ ഒന്ന് പോകണം, സർട്ടിഫിക്കറ്റിൻ്റെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോകണം. ഇന്ന് ക്ലാസ്സിന് പോകുന്നില്ല, കൊച്ചിയിലേക്ക് ഇന്ന് പോകുന്നില്ല. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്ന അനുസരിച്ച് അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടിരിക്കണം. 1-2 ഷേപ്പിലൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് അവർ അമ്പലത്തിൽ പോകാനായിട്ട് അനുക്കുട്ടിയും കണ്ണനും കൂടെ അമ്പലത്തിലേക്ക് പോകാനൊക്കെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ മസാല ദോശ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി പിന്നെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും രാവിലത്തെ കാപ്പുകുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതേ മോള് ഞാൻ പറഞ്ഞില്ല കോളേജിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മൈക്കിൾസ് കോളേജിലാണ് പഠിച്ചത്, അപ്പോൾ അങ്ങോട്ട് പോയണേ. പിന്നെ ഇന്ന് എറണാകുളത്ത് ക്ലാസ്സില്ല, 3-ാമത്തെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചോറും കറികളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അനുക്കുട്ടിക്ക് PSCയുടെ എക്സാം ഉണ്ട്, കാണിച്ചുളങ്ങര സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മാങ്ങ ഇങ്ങനെ മുളകും ഉപ്പൊക്കെ തിരുമ്മി എടുക്കുന്നത് അനുക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുരിങ്ങക്കോലും തക്കാളി അരച്ചുകൂട്ട് കറിയാണ്. പിന്നെ കക്കയിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം അത് ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സവോളയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് മുന്നേ പോകണം പരീക്ഷയ്ക്ക്. അപ്പോൾ പോകാനൊക്കെ റെഡിയായി പുറത്തിറങ്ങിയപ്പോഴാണ് ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പം തലവേദന ഉള്ളത് കൊണ്ട് പാരാസെറ്റമോൾ ഒരു പകുതി കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അകത്തേക്ക് പോയിട്ട് അതെടുത്തിട്ട് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നത്. ഈ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ എക്സാമിന് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് മോള് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും കുടിക്കാനൊക്കെ ഇവിടെ ഒഴിച്ചു വെക്കുകയാണേ. ബിസ്ക്കറ്റും മിച്ചറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാക്കറ്റ് എള്ളുണ്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. അങ്ങനെ കാപ്പി കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി വൈകുന്നേരത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കഞ്ഞിയും പയറുമാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് വെച്ച നമ്മുടെ വാഴച്ചുണ്ടില്ലേ, അതിരിപ്പുണ്ട്. അപ്പോൾ പയറുമായിട്ട് തോരൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് കഞ്ഞിയും പയറും ആക്കാമെന്ന് അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് ഒരു തീരുമാനമൊക്കെ ആയി. വൈകുന്നേരം കഞ്ഞിയാക്കാം എന്നൊക്കെ തീരുമാനിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ അരി ഇടാൻ പോയണേ. അപ്പോൾ വൈകുന്നേരം നേരത്തെ അരി ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേരത്തെ ചെയ്ത് വെക്കാം. ചില ദിവസങ്ങളിലാണെങ്കിൽ നേരത്തെ തന്നെ കറണ്ട് പോകും. കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോരനുണ്ടാക്കിയാൽ മതി. പിന്നെ ഇനി കുറച്ച് പണികൾ എനിക്ക് പുറത്തുണ്ട്, അടിച്ചു വാരാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നേരമൊക്കെ വൈകിയില്ലേ, വിളക്ക് തേക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാനിതിപ്പോൾ കഞ്ഞി ആയതുകൊണ്ട് ഞാനിപ്പം വേവ് കൂടുതലുള്ള അരിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കഞ്ഞിക്കാകുമ്പോൾ നമ്മുടെ റേഷൻ അരി ഇട്ടാലും മതി. അപ്പോൾ ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി, കൂട്ടുകാർക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ? എന്ത് സുഖമല്ലേ, രാവിലെ പത്രം എടുക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസത്തെ പിന്നെ ദിവസം പോയെന്ന് തന്നെ പറയാമല്ലേ. ഓരോ സ്ഥലത്തും കേൾക്കുന്ന വാർത്തകളും TV-യിലാണെങ്കിലും ഫോൺ എടുത്താലും പത്രത്തിലും ഒക്കെ എന്തെല്ലാം ന്യൂസുകളല്ലേ. ചെന്നാൽ വെട്ടും കുത്തും കൊല്ലും കൊലയും വെടിവെപ്പും സ്ഫോടനവും ഇതൊക്കെയല്ലേ കേൾക്കാനൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ആ ദിവസം തന്നെ പോകും. ഫ്രണ്ടിൽ പേജിൽ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഒരു ഇതാണല്ലേ. പക്ഷേ എന്ന് വെച്ച് നമ്മളിത് വായിക്കാതിരിക്കുകയല്ല, നമുക്കത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണല്ലോ, അവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയാണ്. ഇവിടെയെന്ന് വെച്ചാൽ ചേട്ടായി ഇവിടെ ഇല്ലാത്തപ്പോൾ ഫസ്റ്റ് പത്രം നോക്കുന്നത് ഞാനായിരിക്കും. അപ്പോഴായിരിക്കും ഞാൻ ഈ ന്യൂസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോഴാണ് പിന്നെ മക്കൾ എണീറ്റ് വരുമ്പം ഞാൻ ഈ ന്യൂസൊക്കെ ഇങ്ങനെ വായിച്ചിട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയണം. അപ്പം ഞാൻ അവരോട് ഇങ്ങോട്ട് പറയുമ്പോൾ തന്നെ അവർ പറയുമോ ഇന്നത്തെ ദിവസം പോയി, നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെ രാവിലെ കേട്ടല്ലോ എന്ന് പറയും.
അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയുള്ളതൊന്നും രാവിലെ പറയാറില്ല കേട്ടോ. അവർക്കെന്ന് പറഞ്ഞാൽ സമയക്കുറവ് കൊണ്ട് മിക്കവാറും ഫോണിലൊക്കെയാണ് ന്യൂസ് കാണാറുള്ളത്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ സമാധാനപരവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം. അത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ദേ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ ചെറുപയർ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് വൻപയർ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാഴച്ചുണ്ട് ഇതൊന്ന് കൊത്തിയരിയണം. അപ്പോൾ അനുക്കുട്ടി അത് തോരൻ വയ്ക്കാനായിട്ടെല്ലാം റെഡിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അതിനുള്ളതൊക്കെ തേങ്ങ ചതച്ചൊക്കെ എടുത്താൽ മതി. അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഞാനത് അരിഞ്ഞു വയ്ക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ അടിച്ചു വാരാനും പിന്നെ വിളക്ക് തേക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഇട്ടേക്കണം. വാച്ച് അവർ നമുക്ക് വളരെ കുറവാണ്, ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.